ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോട് നിന്നും കൊല്ലം അമൃതപുരിയിലേക്കാണ്, വള്ളിക്കാവിലേക്ക്, മാതാ അമൃതാനന്ദമയിയെ കാണാൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്കുകൾ അങ്ങിങ്ങായി പുരോഗമിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ജനശതാബ്ദിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നും കായംകുളം ജംഗ്ഷനിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. 165 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തതിനാൽ അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഉച്ചയ്ക്ക് 1:45 പുറപ്പെടുന്ന ട്രെയിൻ കായംകുളം ജംഗ്ഷനിൽ എത്തുന്നത് വൈകുന്നേരം 7:15-നാണ്. വൈകുന്നേരം 7:15 ഞങ്ങൾ കായംകുളം ജംഗ്ഷനിലെത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് അമൃതപുരിയിലേക്ക് ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ പോയത്. 450 രൂപയാണ് ഓട്ടോ ചാർജ്. ബസ് സർവീസുകൾ വളരെ കുറവായതിനാൽ ഓട്ടോയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അമൃതപുരിയിൽ എത്തിയപ്പോൾ ആരതി തുടങ്ങിയിരുന്നു. ഇനി ആശ്രമത്തിലെ കാഴ്ചകളിലേക്ക്. ആശ്രമത്തിലെത്തുന്നവർക്ക് റൂംസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. 2 നൈറ്റ്സിന് വേണ്ടി ഞങ്ങൾ 3 പേർക്ക് 650 രൂപയാണ് ചാർജ് ചെയ്തത്. തികച്ചും സൗജന്യമായി ഡോർമെറ്ററി സർവീസുകളും അവൈലബിൾ ആണ് ഇവിടെ. മുൻകാലങ്ങളിൽ അമ്മ ധ്യാനിച്ചിരുന്ന കളരിയാണ് കാണുന്നത്. ഭക്തർക്ക് അമ്മ ദർശനം നൽകുന്നത് ഈ സ്റ്റേജിന്മേലിരുന്നാണ്. തികച്ചും സൗജന്യമായി 3 നേരവും അന്നദാനം ഇവിടെ നൽകാറുണ്ട്. ഈ കാണുന്നതാണ് അമ്മയുടെ ജന്മഗൃഹം. ആശ്രമത്തിൻ്റെ ഒരു വശം കടലും മറുവശം കായലുമാണ്. സമയം കിട്ടിയപ്പോൾ ബീച്ചിലും ഒന്ന് പോയി. ദർശനത്തിന് ശേഷം അമ്മ ജനങ്ങൾക്കായി കായലിനു കുറുകെ നിർമ്മിച്ചു നൽകിയ അമൃത സേതു കാണാൻ പോയി. കായലിനോട് ചേർന്ന് ബോട്ടിംഗ് സർവീസുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 30 രൂപയാണ് ചാർജ്. ബീച്ച് വളരെ വൃത്തിയുള്ളതും വെൽ മെയിൻറ്റെയിൻഡുമായിരുന്നു. അമൃതപുരിയിലെ ലക്ഷ്മി എന്ന ആനക്കുട്ടിയാണിത്. അമൃത സേതുവിൻ്റെ മുകളിൽ നിന്നുമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നിങ്ങളുടെ സ്വന്തം നിശാന്ത്.